സിദ്ധൂസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി ദിവസം കൂടി സിന്ധുമ്മയുടെ ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ആ സാധനം സിന്ധുമ്മ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നലെ പ്രൈസ് ഉണ്ടായിരുന്നു 5000 രൂപ ഉണ്ടായിരുന്നു. അപ്പം അമ്മയാണെങ്കിൽ ആ പൈസയ്ക്ക് എനിക്കൊരു സൂത്രം വാങ്ങിച്ചു തന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അത് നമുക്ക് കറി വെക്കണം. വാ, നമ്മുടെ ഐറ്റം. അത് നമുക്കിതെല്ലാം കഴുകി അങ്ങോട്ട് വൃത്തിയാക്കാം. ഇതാണ് കേട്ടോ കഴുകുന്നത്. ഫ്രഷ് സാധനം അല്ലേ. കഴുകി കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് നമ്മുടെ ബീഫിൻ്റെ എല്ലാണ്. അവൻ എല്ലുകറി കൂട്ടണമെന്ന് കുറേ ദിവസം കൊണ്ട് അവൻ വഴക്കിടുക. അപ്പം ഞാൻ പറഞ്ഞു എല്ലുകറി കൂട്ടണമെങ്കിൽ നമുക്ക് ലോട്ടറിയുടെ പ്രൈസ് അടിക്കുവാണെങ്കിൽ നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നലെ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം അവൻ മേടിച്ചുകൊണ്ട് വന്നു പോയി. നമുക്ക് ഇന്നും ഉണ്ട് പ്രൈസ്. ഇന്ന് 5000 പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്ക് അടിച്ചത് എത്രയായിരുന്നു? 1000 അല്ലേ. ഇന്നലെ 1000 ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ആദ്യക്കുട്ടിന് അപ്പോൾ എല്ലുകറി വെച്ച് കൊടുക്കാൻ പോവാം. നമുക്ക് നല്ലതായിട്ട് ഇത് കഴുകിയെടുക്കണം. ഞാൻ 2-3 വെള്ളം കഴുകിയതായിരുന്നു. നമുക്ക് 2-3 എണ്ണം കൂടെ കഴുകിയെടുക്കട്ടെ കേട്ടോ. നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ എല്ലിനനുസരിച്ച് വേണം ചേർക്കാൻ. എരിവ് അനുസരിച്ച് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച്. ഇതിൻ്റെ അകത്ത് നമ്മൾ ശകലം ഇടുന്നു. ഇച്ചിരി പാകത്തിന് ഉപ്പ്. എല്ലാം കൂടെ അങ്ങനെ ഞേരിടണം. ഇനി കൈ വെള്ളം കുടഞ്ഞ് നമുക്ക് ഇത് അടച്ച് അടുപ്പി വെക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഫുൾ ഗൈസ്, നമ്മളിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇരുന്നപ്പോഴാണ് കറണ്ട് പോയി. അടുപ്പൊക്കെ കത്തിച്ചു. അപ്പോഴത്തേക്കും കറണ്ട് പോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മിക്ക ദിവസവും വീഡിയോ എടുക്കുമ്പം ഇത് തന്നെ അവസ്ഥ. നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോൾ കറണ്ട് അങ്ങ് അവിടെ തീയൊക്കെ കത്തിച്ച് അടുപ്പിലുണ്ടാക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. എന്നും തീ കത്തുമ്പോൾ ഗൈസ് നമ്മുടെ ചട്ടിയിൽ ഇത് എണ്ണ എടുത്തിട്ട് ഒഴിക്കണം. കറണ്ട് വന്നേ. ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നല്ലേ. എങ്ങനെ എടുത്ത് എല്ലാം അടുത്തടുത്ത് കൊണ്ടുവരും. അവിടെ വരെ എനിക്ക് എത്തത്തില്ല. അടുത്ത് കൊണ്ടുവന്ന ഇതെല്ലാം ഇടുന്നതൊക്കെ നമ്മൾ കറണ്ട് ഇല്ലായിരുന്നേ. അപ്പം നമുക്ക് കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ സർവ്വസുഗന്ധിയിലയും കരിയാപ്പലയും ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഉണക്കത്തേങ്ങ കൊത്താക്കിയിട്ടു. കൊത്തിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ വത്തൽമുളക് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴട്ടിയെടുക്കണം. എല്ലാവർക്കും അറിയാം ബീഫ് എങ്ങനെ വെക്കുന്നതെന്നൊക്കെ. പിന്നെ നമ്മുടെ ഒരു രീതിയിൽ എല്ലുകറി വെക്കുന്നത്. ഇത് ശരിക്കും ഞാൻ സബോള ഇച്ചിരി കൂടിപ്പോയായിരുന്നു. കൂടുതലെടുത്താൽ അതിൽ കൂടി ഇച്ചിരി ചാറോട് കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പം ചാറോട് കൂടി ഉണ്ടാക്കാൻ ഓർത്തു. അപ്പോൾ ഇത് നല്ലതായിട്ട് വഴണ്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുക്കും. പച്ചമുളകെല്ലാം കൂടെ വഴണ്ട് വരുമ്പോഴത്തേന് കറണ്ടില്ല മോനെ. ഇല്ല. ഇപ്പം പിന്നെയും കറണ്ട് പോയി. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം കറണ്ട് പോയി. ഇനി നമുക്ക് സബോള ഇടാം. സബോള നല്ലതായിട്ട് വഴട്ടിയെടുക്കണം. അപ്പം ഞാൻ സബോള ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പം നമുക്ക് ഇന്നും പ്രൈസ് ഉണ്ടെന്ന് പറയാൻ കോള് വന്നതാണ്. അപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് ചെറിയ പ്രൈസൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് 5000 അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൈസ് അടിക്കുവാണെങ്കിൽ ഇത് മേടിച്ച് തരാമെന്നും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. ഞാൻ കഴിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും ഒരു മടിയായിരുന്നു. ബീഫിനോട് ചെറിയൊരിതുണ്ട്. പിന്നെ എനിക്ക് അലർജിയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയും കൂടി ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ഓർക്കും ഇത് എടുത്തുകൊണ്ട് എവിടെ പോയെന്ന് ഓർക്കും. പക്ഷേ എനിക്ക് അവിടം വരെ ഇളക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തെടുത്തുകൊണ്ട് വന്ന് അത് ഇളക്കും. ഞാൻ അവിടെ കസേര ഇട്ടിരിക്കുമല്ലേ, അപ്പോൾ ഇളക്കും. അങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ കുക്കറി വെച്ചതും കൂടെ അതിൻ്റെ അകത്ത് തട്ടിയിട്ടു നല്ലതുപോലെ ഇനി മിക്സ് ചെയ്യണം.
ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ പിന്നെ കുക്കറിൻ്റെ അകത്ത് അത് ഒഴിച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച നെയ്യൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുമ്പം ചൂടുവെള്ളം ചേർക്കുക, അതാണ് നല്ലത്. എന്നിട്ട് ഇനി നല്ലതായിട്ട് തൊണ്ടയ്ക്കൊരു പിടുത്തം നല്ലതായിട്ട് ഇത് വറ്റിച്ചെടുക്കണം. അപ്പം ഇത് നല്ലതായിട്ടെല്ലാം വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറിന് സമയമായി. അപ്പോൾ ആദ്യക്കുട്ടിന് ചോറ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറി എടുത്ത് ആദ്യം ചോറ് കൊടുക്കാം. അടിപൊളി. ആദ്യക്കുട്ടിനെ ഇച്ചിരി സബോള കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ, ഞാൻ ഇത്രയും സബോള ഒന്നും ചേർക്കുകയല്ല. അതൊക്കെ വെച്ച് ചാറ് കൂടുതലായിട്ട് ആദ്യക്കുട്ടിന് നമുക്കിത് കൊടുക്കാം. മതിയോ? എന്നാൽ ചാറൊക്കെ കഴിച്ചില്ലാവേ. കടച്ച് വെക്കാം. എന്നാൽ ചെറു തീയൊക്കെ കിടന്ന് നല്ല ഇതാകും കേട്ടോ. ഗൈസ്, നമ്മുടെ എല്ലുകറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലുകറിയും കിട്ടി നമ്മുടെ ചോറ് അങ്ങോട്ട് പിടിക്കാം. ഇങ്ങനെ എല്ലുകറിയുടെ ചാറൊക്കെ വെച്ച് ഒത്തിരി ദിവസമായി അതിക്കൂട്ടം ചോദിക്കാൻ തുടങ്ങിയിട്ടേ. ഞാൻ പിന്നെ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മേടിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ വേണ്ടി പറയുന്ന ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയുണ്ട്? വെന്താവും നമ്മുടെ പീസ് കഴിച്ച് കാണില്ലേ. പിന്നെ ഉണ്ടേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കിണ്ണം കച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. ഞാൻ കഴിക്കട്ടെ. ഞാനും കഴിക്കട്ടെ. എനിക്ക് ഉണക്കമീൻ കറിയാണ് കേട്ടോ. ഇതാ ഉണക്കമീൻ കറിയും ചോറും.